ഷൈൻ ടോം ചാക്കോ പ്രതിയായ ലഹരി കേസിൽ പരിശോധനാ ഫലം വൈകും. 3 മാസം വരെ താമസമുണ്ടാകുമെന്ന് കൊച്ചി DCP അശ്വതി ജിജി പറഞ്ഞു. നടന്റെ ഫോണും വിശദമായി പരിശോധിക്കുകയാണ്. പുതിയ വിവരങ്ങൾ കിട്ടിയാൽ ഷൈനെ വീണ്ടും വിളിപ്പിക്കും. ചോദ്യം ചെയ്യാനൊരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല, ഉണ്ടെങ്കിൽ അറിയിക്കാം. ഈ റിസൾട്ടിന്റെ കാര്യത്തിൽ ഏതെങ്കിലും എന്നത്തേക്ക് കിട്ടുമെന്നോ അറിയാം? അത് കുറച്ച് താമസം എടുക്കും. അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടോ? ജനറലി അതൊരു 2-3 മാസമെങ്കിലും മിനിമം പിടിക്കാറുണ്ട്. അത് സ്പീഡാവാൻ കോർട്ടാണ് ഓർഡർ ചെയ്യുന്നത്, നമ്മളല്ല. ഇല്ല, അത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ റിസൾട്ട് കിട്ടിയതിന് ശേഷം ഷൈനെ വിളിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനം അല്ല, ഫോണിൽ എന്തെങ്കിലും വേറെ റെക്കോർഡ്സ് കിട്ടിയാൽ അപ്പോൾ വിളിപ്പിക്കും. പിന്നെ ഇതിന്റെ റിസൾട്ട്സ് നോക്കി. സജീറിനെ കുറിച്ച് എന്തെങ്കിലും അറിയാം? സജീർ അയാളെ അന്വേഷിച്ച് അവിടെ എത്തിയെന്നൊക്കെ പറഞ്ഞു. അത് നമ്മുടെ ടീം നോക്കുന്നുണ്ട്. എക്സൈസിന്റെ ഭാഗത്തുനിന്ന് ഒരു പരിശോധന ഉണ്ടായ സിനിമാക്കാർ പിടിയിലാകുന്നത് അതുമായി ബന്ധപ്പെട്ട പരിശോധന സിനിമാ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ നടത്തും. വിവരങ്ങളുമായി റിയ ബേബി ചേരുന്നുണ്ട്. റിയ, ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയ ഓട്ടമാണ് ഷൈൻ, പിന്നീട് തിരിച്ചെത്തുന്നു. അതിനുശേഷം ഇപ്പോൾ ഇതാ പരിശോധനാ ഫലം സ്വാഭാവികമാണ്, 3 മാസം വരെ എടുക്കാം. അതിനിടയിൽ കഴിഞ്ഞ തവണത്തെ പോലെ ഷൈനെ പരിശോധനാ ഫലങ്ങളും എല്ലാം വരുമ്പോൾ ഷൈൻ നിരപരാധിയാണ് എന്നുള്ള കണ്ടെത്തലിലേക്കാണ് എത്തിയത് പോലീസ്. എന്ന് പറഞ്ഞ പോലെ ഇത്തവണയും അത്തരമൊരു നീക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? മാർഷലി, ഷൈൻ ടോം ചാക്കോവിന്റെ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ നിയോഗിച്ചിരുന്നു. സെൻട്രൽ എസിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഈ കേസ് വിശദമായി തന്നെ പരിശോധിച്ചു വരുന്നത്. ഇവിടെ DCP അശ്വതി ജിജി വ്യക്തമാക്കിയത് ഷൈന്റെ ഫോൺ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിച്ചു വരുന്നത്. ആ ഫോൺ റെക്കോർഡുകൾ പരിശോധിച്ചതിൽ എന്തെങ്കിലും തരത്തിൽ ചില നിർണായക വിവരങ്ങൾ ലഭിക്കുകയോ ഷൈൻ ടോം ചാക്കോയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടേണ്ടി വരികയോ സാഹചര്യമുണ്ടായാൽ ഷൈനെ വീണ്ടും വിളിച്ചു വരുത്തും, ചോദ്യം ചെയ്യലിലേക്ക് പോകും. ഈ പോലീസിന് മുമ്പിൽ ആദ്യഘട്ടം മുതൽ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഈ രാസപരിശോധനാ ഫലം അത് വേഗത്തിൽ ലഭ്യമാവുകയില്ല, അതിന് കുറച്ച് കാലതാമസം എടുക്കും. നേരത്തെ DCP വ്യക്തമാക്കിയത് 3 മാസം വരെ അതിന് താമസമുണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ ആ രാസപരിശോധനാ ഫലം ഈ കേസിൽ നിർണായകമാണ്. അതുകൂടി പോലീസ് കാത്തിരിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി നടപടികൾ മുന്നോട്ട് പോകാനാണ് പോലീസിന്റെ നീക്കം. മുന്നത്തെ തവണ നമ്മൾ കണ്ടതാണ്, ആ കേസിൽ ഏറ്റവും ഒടുവിൽ കുറ്റപത്രം വന്നപ്പോൾ അതിന്റെ തെളിവുകളുമായി ബന്ധപ്പെട്ടും നടപടികളുമായി ബന്ധപ്പെട്ടും ഉണ്ടായ ചില വീഴ്ചകൾ വലിയ തിരിച്ചടിയാവുകയും ഷൈൻ ടോം ചാക്കോയ്ക്ക് വലിയ ആശ്വാസം ലഭിക്കുകയും ചെയ്തു. ഈ കേസിൽ പക്ഷേ പോലീസ് വിലയിരുത്തുന്നത് ഈ ഫോൺ റെക്കോർഡുകൾ അടക്കം പരിശോധിച്ചു വരുമ്പോൾ ഇതുമായി ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ, അതോടൊപ്പം തന്നെ രാസപരിശോധനാ ഫലവും ഈ കേസിൽ നിർണായകമായിരിക്കും എന്നതാണ് പോലീസിന്റെ ഒരു കണക്കുകൂട്ടൽ. ഒപ്പം തന്നെ ഇടനിലക്കാരനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പോലീസ് സംഘം പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം സംവിധായകർ അറസ്റ്റിലായ കേസിൽ ബന്ധപ്പെട്ട് പോലീസും തുടർ നീക്കങ്ങൾ ആലോചിച്ചു വരികയാണ്.